നമസ്കാരം. ഫെബ്രുവരി 17 ശനിയാഴ്ച ചന്ദ്രൻ ശുക്രന്റെ രാശിയായ ഇടവത്തിൽ സംക്രമിക്കുന്നതാണ്. കൂടാതെ ഇന്ന് മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥി കൂടിയാകുന്നു. ഈ ദിവസം രവിയോഗം, സർവാർത്ഥ സിദ്ധിയോഗം, അമൃതസിദ്ധിയോഗം, കാർത്തിക നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നതാണ്. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന 4 രാശിക്കാർക്ക് ശുഭകരമാണ് ഈ ദിവസങ്ങൾ എന്ന് പറയാം. ഈ രാശിക്കാർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഫലം അനുകൂലമായി മാറും. ജാതകത്തിൽ ശനിയുടെ സ്ഥാനം ശക്തിപ്പെടുകയും ശനിയുടെ അശുഭ ദോഷങ്ങൾ കുറയുകയും ചെയ്യുന്ന സമയമാണ് ഇത്. അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. കർക്കിടക രാശിക്കാർ ഇന്ന് തൊഴിൽ രംഗത്ത് വളരെ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ശനിദേവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഗ്രഹങ്ങളുടെ അശുഭ ഫലങ്ങൾ കുറയുന്ന ഒരു അവസരമാണ് എന്ന് തന്നെ പറയാം. ജോലി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയിൽ നിന്നും പ്രത്യേകമായ പ്രോത്സാഹനം ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇത്. കൂടാതെ നിങ്ങളുടെ മനോവീര്യം വർദ്ധിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്നുകൂടി മനസ്സിലാക്കുക. സ്ഥാനക്കയറ്റത്തിന് വളരെയധികം സാധ്യത കൂടുതലുള്ള സമയമാണ് ഇത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് പറയാം. കൂടാതെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ തോൽപ്പിക്കുക അസാധ്യമായ കാര്യമായി മാറും. മത്സരം കടുക്കും എന്ന് തന്നെ പറയാം. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില വാർത്തകൾ വന്നു ചേരാം. കടവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. കൈവായ്പകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ വായ്പ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം. അതിനാൽ തന്നെ പ്രത്യേകിച്ചും കൈവായ്പയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ്. ഭാഗ്യത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വീടിന്റെ അലങ്കാരമോ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് സംതൃപ്തി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ചില മാറ്റങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധിതരായി തീരാം. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് മികച്ചത് തന്നെയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഭകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി എവിടെയെങ്കിലും പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങൾ അർഹിക്കുന്ന പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും. സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാം. കൂടാതെ ശാരീരികമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിഭാരം വർദ്ധിക്കും എങ്കിൽ പോലും അത് കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയവുമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ചില ആഡംബരപരമായ വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു.
കൂടാതെ ഈ സമയം വലിയ തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാവുന്നതാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികൾ അത് പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശനിദേവന്റെ കൃപയാൽ എല്ലാം ശുഭകരമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്താൽ ബിസിനസ്സുകൾ ആരംഭിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായി തീരും. അതിനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കും. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും. ഏതൊരു ജോലിയാണ് എങ്കിലും അത് പൂർത്തീകരിക്കുവാൻ കഠിനമായ പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. എങ്കിലും അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട്, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആ തർക്കങ്ങൾ തീർത്ത് അതെങ്കിൽ ശനിദേവന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശംഖുപുഷ്പം ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരവുമാണ് എന്ന കാര്യവും ഓർക്കുക.